ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജു ജയദേവൻ കൂടി ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ഡോക്ടർ രാജു ജയദേവൻ. ഈ പക്ഷിപ്പനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെ. നമുക്കറിയാം ഇതിന് മുൻപും കേരളം ഈ പക്ഷിപ്പനി എന്നുള്ള ഒരു രോഗാവസ്ഥയെ നമ്മൾ നേരിട്ടതാണ്. അത് വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. താറാവിനെയൊക്കെ കൊന്നൊടുക്കുന്നതൊക്കെ നമ്മൾ സങ്കടത്തോടെ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. നിലവിലിപ്പോൾ ഈ ഒരു പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ഈ ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഈ കർഷകരെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഈ പരിശോധനാ ഫലം ലഭിക്കണമെങ്കിൽ ഭോപ്പാലിലെ ലാബിൽ പരിശോധന നടത്തണമെന്നുള്ളതാണ്. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ കൂടുതൽ ജീവികളിലേക്ക് ഈ രോഗം പകരുന്നു എന്നുള്ളതും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ? അത്തരത്തിൽ ഉള്ളൊരു നടപടി അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് നടത്തുന്നതിൽ ഉള്ളൊരു കാലതാമസം തന്നെയാണോ ഇത്രയും വലിയൊരു രോഗബാധയിലേക്ക് പോകാൻ കാരണമാകുന്നത്? ഈ രോഗബാധ ഉണ്ടാകാൻ കാരണം ദേശാടന പക്ഷികൾ പല ദേശങ്ങൾ താണ്ടി വരുമ്പോൾ അവർ വൈറസിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈറസുകൾ നമ്മുടെ താറാവുകളിലേക്കും കോഴികളിലേക്കും എളുപ്പം പകരുകയും അവർ കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ, താറാവിന്റെയും മറ്റും കാര്യങ്ങളാകുമ്പോഴത്തേക്കും കൂട്ടത്തോടെ ഇരിക്കുന്നതിനാൽ അവരിലേക്ക് വേഗം ഇത് പകരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ കൊന്നെടുക്കേണ്ടതായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, പക്ഷിപ്പനി ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതിനെ നമുക്ക് പരിമിതമായി നിർത്താനായിട്ട് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ഇവയെ കൊന്നെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ മെഡിക്കൽ സൈഡ് ഞാൻ പറയാം. കർഷകർക്കുണ്ടാകുന്ന നഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാൻ അതിന്റെ എക്സ്പേർട്ട് അല്ല. പക്ഷേ അതിന്റെ മെഡിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് ഇൻഫ്ലുവൻസ വൈറസ് എന്നുള്ളതാണ്. H5N1 ഇൻഫ്ലുവൻസ വൈറസ് ആണ്. നമുക്ക് ഇൻഫ്ലുവൻസയെ പറ്റി കേട്ടറിവുണ്ടാകാം, ഇല്ലാത്തവർക്ക് ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസാണ്. ജലദോഷമല്ല, ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസാണ്. അപ്പൊ ഈ വൈറസ് തന്നെ പല ജാതികളുണ്ട്, പലതരത്തിലുള്ള വൈറസുകളുണ്ട്. അപ്പൊ ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് സാധാരണഗതിയിൽ മനുഷ്യനെ ബാധിക്കുകയില്ല. പക്ഷെ ബാധിച്ചു കഴിഞ്ഞാൽ അത് അതിതീവ്രമായിട്ടുള്ള രോഗാവസ്ഥയും ചിലപ്പോൾ മരണവും വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്, അപൂർവമായിട്ടെങ്കിലും. എന്നാൽ ഈ വൈറസിന് ഒരു മനുഷ്യനിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് പകരാനുള്ള കഴിവ് ഇതുവരെ സിദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മനുഷ്യരിലേക്ക് പരമാവധി ഇത് പകരുന്നത് തടയാൻ, പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് തടയാനും പക്ഷികൾക്കിടയിൽ ഇത് കൂടുതൽ പകരുന്നത് തടയാനുമാണ് മേൽപ്പറഞ്ഞ നടപടികൾ കൈക്കൊള്ളാനായിട്ട് ഉത്തരവുള്ളത്. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അഥവാ അധികം മനുഷ്യരിലേക്ക് ഈ പക്ഷികളിൽ നിന്നും തന്നെ ഈ വൈറസിന് സഞ്ചരിക്കാനായാൽ അല്ലെങ്കിൽ പകരാനായാൽ ഉള്ള അപകടം എന്ന് പറയുന്നത്, ഈ വൈറസിന് ജനിതക മാറ്റങ്ങൾ നിരന്തരം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ മനുഷ്യരിലേക്ക് ഇത് പകർന്നു കഴിഞ്ഞാൽ മനുഷ്യരിൽ പകരാൻ ഉതകുന്ന രീതിയിലുള്ള ജനിതക മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് ഈ വൈറസിനുണ്ട്. അപ്പോൾ എത്രയും കൂടുതൽ മനുഷ്യരുമായി ഈ വൈറസിന് സമ്പർക്കം ഉണ്ടാകുന്നുവോ അത്രയും അധികം സാധ്യതയാണ്, പ്രോബബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് ആണ് മനുഷ്യരിൽ വ്യാപിക്കുന്ന വൈറസായിട്ട് രൂപാന്തരം പ്രാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ സംശയം പൊതുവെ രണ്ട് രീതിയിലാണ്. അതായത്, ഈ പക്ഷിപ്പനി കൊണ്ട് ഈ ഇറച്ചി കഴിക്കാമോ അല്ലെങ്കിൽ ഈ മുട്ട കഴിക്കാമോ? ഇതിന് രണ്ടിന്റെയും ഉത്തരം ഇതാണ്. അതായത്, വേവിച്ച ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുകയില്ല. മുട്ട കുക്ക് ചെയ്ത്, അതായത് ചൂടാക്കി അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കി അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ പക്ഷിപ്പനി ബാധിച്ച പക്ഷിയാണെങ്കിൽ പോലും മനുഷ്യരിലേക്ക് ഇത് വ്യാപിക്കുകയില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അതേപറ്റിയുള്ള ആശങ്കയുടെ കാര്യമില്ല ഇറച്ചിയുടെയും മുട്ടയുടെയും കാര്യത്തിൽ. എന്നാൽ ഇതിന്റെ വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏകാരോഗ്യം, അതായത് ഈ എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യാവസ്ഥ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ ആരോഗ്യം ഒന്ന്, മൃഗങ്ങളുടെ ആരോഗ്യം മറ്റൊന്ന്, പരിസ്ഥിതി മറ്റൊന്ന് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്നും മാറി നമ്മളിപ്പോൾ ഏകാരോഗ്യത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് എല്ലാ ജീവജാലങ്ങളും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും രോഗാവസ്ഥ ഒരു ജീവജാലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളതും ഇവിടെ ചെയ്യുന്നത് ഇപ്പുറത്ത് ചെയ്യുന്നത് അപ്പുറത്തും പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള സങ്കല്പമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും, പക്ഷെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. അപ്പോൾ ഈ ഇത്തരത്തിൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ പ്രദേശങ്ങളിലെ കർഷകർ ഏതൊക്കെ തരത്തിലുള്ളൊരു പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. എങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത പക്ഷികളെ
ഹാൻഡിൽ ചെയ്യുന്നവരും അതുപോലെ തന്നെ കൂടുതൽ രോഗബാധിതരായിട്ടുള്ള പക്ഷികളുമായി സമ്പർക്കമുള്ളവർക്കും ഈ രോഗം പകരാനുള്ള ചെറിയ സാധ്യത നിലനിൽക്കുന്നുള്ളതിനാൽ അവർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഗ്ലൗസ്, മാസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അവർക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ അമിതമായിട്ടുള്ള ആശങ്കയ്ക്ക് കാരണമില്ല. കാരണം ഈ വൈറസ് പക്ഷികളിൽ മാത്രം സാധാരണഗതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസാണ്. H5N1 എന്ന് വിളിക്കുന്ന ഈ വൈറസ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് രോഗമുണ്ടാക്കാറില്ലെങ്കിലും മനുഷ്യർക്ക് പകരാനുള്ള സാധ്യത ഏറ്റവും അധികം നിലനിൽക്കുന്നത് ഈ പക്ഷികളെ വളർത്തുന്ന കേന്ദ്രങ്ങളിലും അവയെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളിലുമാണ്. അതുകൊണ്ടാണ് ഈ മുൻകരുതലുകൾ എടുക്കണം എന്ന് പറയുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ രാജു ജയദേവൻ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.